ഹലോ കൂട്ടുകാരെ, ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലൂരി പച്ച എന്ന് പറയുന്ന ഒരു ആയുർ മരുന്ന്, പച്ചമരുന്നിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ഉപയോഗത്തിന് കൊള്ളാം എന്ന് പറയുന്നതാണ് ഇന്ന് ഈ എല്ലൂരി പച്ചയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടല്ലോ, നമ്മളുണ്ട ഇല കണ്ട, എല്ലൂരി പച്ചയുടെ ഇലയാണ് ഇത്. പടന്നുണ്ട ഇതിൻ്റെ ഇല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പടർന്നു പോകുന്ന ഒരു സാധനമാണ് ഈ എല്ലൂരി പച്ച എന്ന് പറയുന്നത്. നമ്മൾ ചില വീടുകളിലൊക്കെ നട്ട് പൊടിപ്പിച്ച് മരത്തിലൊക്കെ പടർത്തി അങ്ങ് വിട്ടിട്ടുണ്ട്. മരത്തിലായാലും നമ്മളെ മതിലുകളിലൊക്കെ നട്ട് പൊടിപ്പിച്ച് പടർന്ന് കിടപ്പുണ്ട് ചില വീടുകളിലൊക്കെ. അപ്പോൾ എല്ലാവരെയും വീട്ടിൽ ഇത് ഉണ്ടാകാൻ സാധ്യത കാണത്തില്ല. എല്ലാവരെയും വീട്ടിൽ ഇതിപ്പം നമുക്കൊരു മുറിവ് വന്നാലോ, ഒരു ചതവ് വന്നാലോ, ഒരു ഒടിവ് വന്നാലോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉപയോഗമുള്ളൊരു മരുന്നാണ്. അപ്പം നമ്മൾ ഈ മരുന്ന് നമ്മളെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മുറിവ് വന്നു കഴിഞ്ഞാലോ, പെട്ടെന്നൊരു ചതവ് വന്നാലോ കണ്ട ഈ ഇലയുണ്ട അപ്പോൾ ഇതിന് ചതച്ച് നമ്മൾ ഈ പടർന്നു പോണ വള്ളി തന്നെ നമ്മൾ ഒടിച്ച് നമുക്ക് ചതച്ച് ഇതിൻ്റെ ഇലയുണ്ടെങ്കിൽ നമുക്ക് ഇലയൊക്കെ പറിച്ച് ഇതിൻ്റെ വേരിങ്ങനെ പടർന്നു പോകുന്നുണ്ട് വള്ളിയുണ്ട്. ഈ വള്ളി നമുക്ക് ചതച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുറിവായാലും ചതവായാലും നമുക്കുള്ള ശരീരഭാഗത്ത് ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിട്ട് നമ്മളൊരു കോട്ടൺ തുണി വെച്ചിട്ട് കെട്ടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അത് ഉണങ്ങുന്നത് വരെ ഇരിക്കുമ്പം ഇതിൻ്റെ നീരുണ്ടല്ലോ, നീര് നമ്മളെ ശരീരത്തേക്ക് അങ്ങ് പിടിക്കണം. അങ്ങ് പിടിച്ച് പോകുമ്പം നമുക്ക് ഈ വേദനയായാലും ചതവായാലും കുറഞ്ഞു വരും. അപ്പോൾ ഇത് നമ്മളെ മുറിവ് വന്നാലും ചതവ് വന്നാലും ഒടിവ് വന്നാലും നമുക്കത് മാറുന്നത് വരെ കുറയുന്നത് വരെ നമുക്കിത് ഒടിച്ച് ചതച്ച് എന്നും നമുക്ക് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും സമയമുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് ചതച്ച് വെച്ച് നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ ഈ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ പണ്ട് മുതൽ ഉള്ള ഒരു ആയുർവേദ മരുന്നാണ് എല്ലൂരി പച്ച എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാലിലായാലും നമുക്ക് മുറിവ് വന്നാൽ പെട്ടെന്നങ്ങ് ഉണങ്ങും. അപ്പോൾ ഇത് നമ്മൾ വയ്ക്കുമ്പോൾ ഇത്തിരി നീറ്റിലുള്ള മരുന്നാണ്. നമ്മൾ കൈക്ക് അരച്ച് നമ്മൾ ചതച്ചൊക്കെ എടുക്കുമ്പം തന്നെ നമ്മളെ കയ്യിലങ്ങ് ഇങ്ങനെ ചുളുളാ പിടിക്കുന്ന പോലെയാണ് ഈ മരുന്ന്. അപ്പോൾ പെട്ടെന്ന് ഉപയോഗമുള്ളൊരു മരുന്നാണ്. പക്ഷെ പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇത് ഒരുപാട് ഉപയോഗിച്ചിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആയുർവേദ മരുന്ന് കുറവുള്ള ആൾക്കാരുണ്ട്, ഉപയോഗക്രമം കുറവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോകുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ശരീരഭാഗത്തുള്ളത് പോകത്തില്ല. പക്ഷേ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പച്ച മരുന്നെന്ന് പറഞ്ഞാൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്ത് കളയുന്നതാണ് ആയുർവേദ പച്ചമരുന്നുകളെന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല. എന്ന് പറയുമ്പോൾ ആയുർവേദം കുടിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോയി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് പിന്നെ അവർക്ക് ആയുർവേദം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവർ പറയും നമുക്ക് ആയുർവേദം ശരിയാവത്തില്ല, നമുക്ക് ഇംഗ്ലീഷ് മരുന്നാണ് നമുക്ക് നല്ലതെന്ന് പറയും. പക്ഷേ ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോകുമ്പം നമ്മളൊരു കാര്യമുണ്ട്, അത് പക്ഷേ നമുക്ക് അല്പം സമാധാനം മാത്രമാണ്. നമുക്കൊരു വേദന വന്നാലോ, ഇപ്പോൾ ഒരു വേദനയ്ക്കുള്ള ഒരു ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്പം സമാധാനമുണ്ട്. പക്ഷെ പെട്ടെന്ന് മാറത്തില്ല. പക്ഷേ അതേ കണക്കല്ല നമുക്ക് ആയുർവേദ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ചതവ് വന്നിട്ടുണ്ട്, കാലിൽ ചുടുകട്ട വീണ് ചതഞ്ഞ്, അങ്ങനെ ഞാൻ ഇത് ചതച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കാലിന് ചതഞ്ഞ് വണ്ടിയിൽ നിന്ന് വീണ്, അങ്ങനെ അപ്പോഴും ഇത് ചതച്ച് വെച്ച് കെട്ടി വെച്ച് ഞാൻ കൊടുത്തു. അപ്പോൾ ചതവൊക്കെ പെട്ടെന്ന് മാറി. ഒരു മാസത്തോളം ഇതിങ്ങനെ ചതച്ച് വെച്ച് കെട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ ചതവൊക്കെ മാറി, വേദനയൊക്കെ കുറഞ്ഞ് വ്യത്യാസമുണ്ട്. വേദനയൊക്കെ മാറി, നല്ല ഭേദമുണ്ട്. പക്ഷേ പെട്ടെന്ന് മാറുന്നതാണ്. പിന്നെ നമുക്ക് എന്നും വേദന ഉണ്ടാവത്തില്ല ഇതൊക്കെ ചതച്ച് വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ നിങ്ങളെ വീട്ടിൽ എല്ലൂരി പച്ച എന്ന് പറയുന്ന കൊണ്ട് നട്ട് പൊടിപ്പിച്ച് നിങ്ങൾക്ക് മുറിവുകൾ വന്നാലോ ചതവുകൾ വന്നാലോ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.